ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് ഓൺലൈൻ ട്യൂഷൻ. അപ്പം നമ്മൾ നോക്കുന്ന SLC ഇംഗ്ലീഷ് ചാപ്റ്റർ ഒന്ന് ഏതാണ്? എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ നോക്കുന്നുണ്ട്, പെലായുടെ നോക്കുന്നുണ്ട്, എലിസന്റേയുടെ ഉണ്ട്, അതേപോലെ ഓൾഡ് മാൻ്റെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഷോർട്ട് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ എക്സാമിന് വളരെ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തായാലും ഇവരുടെ 3 പേരുടെ തന്നെ ചോദിക്കുള്ളൂ. ആദ്യം ഓൾഡ് മാൻ ആണ് നോക്കുന്നത്. ഹീസ് എ വെരി ഓൾഡ് മാൻ വിത്ത് ജെയിൻ മെസ്സി വിങ്സ്. ആളെന്താണ്? വളരെ ഓൾഡ് ആണ്, വിത്ത് ജെയിൻ്റെ വലിയ ചിറകുകളുള്ള ഒരാളായിരുന്നു. He doesn't have much hair or many teeth. ആൾക്ക് എന്തുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് മുടിയോ പല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. He seems very weak and sad. ആൾ ഭയങ്കര വീക്ക് ആൻഡ് സാഡും ആയിരുന്നു. He found lying in the mud. ആളെ ചെളിയിൽ നിന്നുമാണ് കണ്ടുകിട്ടിയത്. He is extremely patient even when the people throw stones at him or chicken peck him. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു കപ്പിളാണ് ആളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്തു, ഒരു ചിക്കൻ കൂപ്പിലിട്ട് ആളെ അടച്ചു വെച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചിക്കൻസ് അല്ലെങ്കിൽ ആ കോഴികൾ ഇങ്ങനെ വന്ന് ആ ചെറുകിൽ നിന്ന് ഇങ്ങനെ പ്രാണിയെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കൊത്താൻ നേരത്തും ആള് സൈലന്റ് ആയിട്ട് തന്നെ ഇരുന്നു. അതേപോലെ തന്നെ ആളൊന്ന് അനങ്ങാൻ വേണ്ടി കാത്തു നിന്ന ജനങ്ങൾ കല്ലെടുത്തെറിയുമായിരുന്നു. അപ്പോഴും എന്ത് ചെയ്തു, വളരെ പേഷ്യന്റ് ആയിട്ട് ആൾ ബിഹേവ് ചെയ്തു അല്ലേ. ഹീ സ്പീക്സ് ഇൻ എ സ്ട്രേഞ്ച് ലാംഗ്വേജ് ആൻഡ് ഓൺലി ഈറ്റ് മാഷ്ഡ് എഗ് പ്ലാന്റ്. ആളെന്ന് പറഞ്ഞിട്ട് വളരെ സ്ട്രേഞ്ച് ആയിട്ട് ഒരു ലാംഗ്വേജ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആൾ എന്താണ് കഴിച്ചത്, മാഷ്ഡ് എഗ് പ്ലാന്റ് മാത്രമേ അദ്ദേഹം കഴിക്കുള്ളൂ. ഈവൻച്വലി ഹിസ് ഫെദേഴ്സ് ഗ്രോ ബാക്ക്. പിന്നീട് ആളുടെ ചിറകൊക്കെ പയ്യെ പയ്യെ വളരാൻ തുടങ്ങി. ആൻഡ് ഹി ഓക്വേർഡ്ലി ഫ്ലൈസ് അവേ. പിന്നെ എന്ത് ചെയ്തു, പറന്നങ്ങ് പോയി. ഇതാണ് നമ്മുടെ ഓൾഡ് മാനെ കുറിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പെലായുടെ നോക്കാം. ഹി ഈസ് ദ ഹസ്ബൻഡ് ഹൂ ഫൈൻഡ്സ് ദ ഓൾഡ് മാൻ ഇൻ ദ ബാക്ക്യാർഡ്. ബാക്ക്യാർഡിൽ നിന്നും ഓൾഡ് മാനെ കണ്ടെത്തിയ ഒരാളാണ് ആര്, പെലായ. പെലായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസന്റയുടെ ആരാണ്, ഹസ്ബൻഡാണ്. അറ്റ് ഫസ്റ്റ് ഹീ സ്കെയർഡ്. ആദ്യം ആള് ഭയങ്കര പേടിച്ചു പോയി. ഹീസ് എ പ്രാക്ടിക്കൽ പേഴ്സൺ. ആ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഹി ലോക്സ് ദ ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ്. ലേറ്റർ ചാർജസ് പീപ്പിൾ മണി ടു സീ ഹിം. ഞാൻ പറഞ്ഞല്ലോ, ആളെ എന്ത് ചെയ്തു, ചിക്കൻ കൂപ്പിനകത്തിട്ട് അടച്ചു. അതേപോലെ തന്നെ ആളെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ, കാരണം സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാണാൻ വരുമല്ലോ. അപ്പൊ കാണാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും ആൾ എന്ത് ചെയ്തു, പൈസ വാങ്ങിക്കാനും തുടങ്ങി. ഹി ആൻഡ് ഹിസ് വൈഫ് become rich from this. അപ്പൊ ഇതിൽ നിന്നും ആള്, അതായത് പെലായും എലിസന്റെ എന്തായി, അവർ വളരെയധികം റിച്ചായി, സമ്പന്നരായി. ഹി ക്വിറ്റ്സ് ഹിസ് ജോബ്. ആളുടെ പണിയെ ഉപേക്ഷിച്ചു. കാരണം എന്തുകൊണ്ടാ, ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്, അപ്പൊ അതങ്ങ് നിർത്തി. ലേറ്റർ ഹി ഡസന്റ് പേ മച്ച് അറ്റൻഷൻ ടു ദ ഓൾഡ് മാൻ. പിന്നീട് ആളത്രയ്ക്ക് ഓൾഡ് മാനില് അത്രയ്ക്ക് അറ്റൻഷൻ ആരും കൊടുക്കണ്ടായിരുന്നില്ല. ആള് മാത്രമല്ല, ആരും കൊടുക്കണ്ടായിരുന്നില്ല. കാരണം അവിടെ പുതിയ ഒരാൾ വന്നു അല്ലെ, അങ്ങനെ ഒരു സ്പൈഡർ വുമൺ വന്നു. അപ്പൊ എല്ലാവരുടെ ശ്രദ്ധ സ്പൈഡർ വുമണിനകത്തൊക്കെ ആയി. അപ്പൊ ഇവിടെ ഓൾഡ് മാൻ ആർക്കും വേണ്ട അതേ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ സമ്മറി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം കേട്ടോ. അടുത്ത എലിസന്റയെ കുറിച്ചാണ്. ഷീ ഈസ് പെലായസ് വൈഫ് ആൻഡ് എ മദർ. ആണെന്ന് പറയുന്നത് പെലായുടെ വൈഫാണ്, അതേപോലെ ഒരു അമ്മയും കൂടിയാണ്. ഷീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഹർ സിക്ക് ചൈൽഡ് വെൻ ദ ഓൾഡ് മാൻ അപ്പിയേഴ്സ്. ഓൾഡ് മാൻ അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും എലിസന്റ അവളുടെ കുട്ടിയെ നല്ലപോലെ തന്നെ കെയർ ചെയ്തു. ഇറ്റ്സ് എൻ ഐഡിയ ടു ചാർജ് പീപ്പിൾ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. അപ്പൊ ഇതിനെ ഏഞ്ചൽ ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ, എന്തോ എന്താ പറയാ, മാലാഖയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് അല്ലേ. അപ്പൊ ആളുടെ, അതായത് എലിസന്റയുടെ ഐഡിയ ആയിരുന്നു അഡ്മിഷൻ ഫീസ് വാങ്ങിക്കാന്നുള്ളത്. ഷീ ബിക്കംസ് റിച്ച് ആൻഡ് ബൈ ഹെർസെൽഫ് നൈസ് ക്ലോത്ത്സ്. അപ്പൊ ഇതിൽ നിന്നും പിന്നെ പെലായനെ പോലെ തന്നെ നമ്മുടെ എലിസനെയും വളരെയധികം റിച്ചായി. അതേപോലെ എലിസനയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ വലിയ ക്ലോത്തുകളൊക്കെ അവൾ വാങ്ങിക്കാനും തുടങ്ങി. ദ ഓൾഡ് മാൻ സ്റ്റാർട്ട്സ് ടു അനോയ് ഹർ. പിന്നീട് ആ ഓൾഡ് മാന് ഇവിടെ അനോയിങ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വെറുപ്പിക്കാൻ തുടങ്ങി. എസ്പെഷ്യലി ദ സ്മെൽ ഫ്രം ദ ചിക്കൻ കൂപ്പ്. അതായത് മെയിനായിട്ടും അവിടെ നിന്ന് വന്നിട്ടുള്ള സ്മെല്ലാണ്. കാരണം ചെളിയിൽ നിന്നായിരുന്നു കിട്ടിയത്. ആളിൻ്റെ ചെയ്തിട്ടില്ല, കുടിച്ചിട്ടില്ല, ഒന്നും ആൾക്ക് എനിക്കാൻ കൂടി വയ്യ. അത്രയ്ക്ക് ഇങ്ങനെ സൈലൻ്റായി പേഷ്യൻ്റായി കിടക്കുന്ന ഒരാളായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ ആള് പിന്നെന്താ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. ഷീ വാച്ചസ് ഹിം ഫ്ലൈ അവേ ആൻഡ് ഫീൽസ് റിലീവ് ദാറ്റ് ഹീസ് ഗോൺ. അപ്പോൾ ആള് പറക്കുന്നത് കണ്ടപ്പോൾ പുതിയ ഫെദേഴ്സ് വന്നു. ആള് പറന്നു പോയിന്ന് പറഞ്ഞല്ലോ, ഓൾഡ് മാൻ പറന്നു പോയിന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ആർക്ക് വളരെ റിലീവ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇവിടെ ആശ്വാസമായത്, നമ്മുടെ എലിസന്റയ്ക്ക് വളരെ ആശ്വാസമായിരുന്നു. ഓ പോയല്ലോ, സമാധാനം എന്നുള്ള രീതിക്ക് ആര് നിന്നു, എലിസന്റ് നിന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 3 പേരുടെ ക്യാരക്ടർ സ്കെച്ച് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയുള്ളൂ. ഡു ഫോളോ ഫോർ മോർ. നോട്ടിനായി നോട്ടൊന്ന് കമൻറ്റ് ചെയ്യുക.